എല്ലാവർക്കും സുരാജ് ബ്ലോഗിലേക്ക് സ്വാഗതം. വടക്കുംഭാഗത്ത് കരുന്നീരമ്മയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നിങ്ങൾ വീഡിയോസ് ഒന്ന് ഫുള്ളായിട്ട് കാണുക. എന്നൊന്നും വേറൊന്നുണ്ടല്ല, നമുക്ക് ഒരു സന്തോഷത്തെക്കുറിച്ച് പറയാനുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയണത് നമുക്ക് ശനിയൊക്കെയുള്ള ഈ വർഷം ശനിയൊക്കെ ആരംഭിച്ചിട്ടുള്ള അല്ലെങ്കിൽ ശനിദോഷമുള്ള നക്ഷത്ര ജാതരെക്കുറിച്ചാണ് പറയാം. അപ്പോൾ അവരൊക്കെ എന്തൊക്കെ വഴികൾ നടന്നതിനെ കുറിച്ചിട്ടാണ് പറയാം. ഇനിയിപ്പോൾ സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ മോണിറ്റൈസേഷനായി നിങ്ങളുടെ എല്ലാവരും അനുഗ്രഹത്താലും പ്രാർത്ഥനയിലും എല്ലാം ഷെയർ ചെയ്തതിലും തോന്നി. അപ്പോൾ എല്ലാ പറയുന്ന പോലെ നിങ്ങളിതൊന്ന് ഒന്നുകൂടി ഒന്ന് ഷെയർ ചെയ്ത് ഒന്ന് ലൈക്ക് ചെയ്യും. പിന്നെ മെമ്പർഷിപ്പ് എടുക്കുകയൊക്കെ ചെയ്യുക. മെമ്പേഴ്സിനായിട്ടുള്ള വീഡിയോസൊക്കെ ഇടുന്നതാണ്. മെമ്പേഴ്സൊക്കെ എടുക്കുക. അപ്പോൾ നിങ്ങൾ പരമാവധി സഹകരിക്കുക. അപ്പോൾ നമ്മൾ ജൂലൈക്ക് ആകുമ്പോൾ പാവപ്പെട്ട കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിന് സഹായം നൽകുന്നുണ്ട്. അപ്പോൾ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നിങ്ങളെ കൊണ്ട് കഴിയുന്ന വെച്ചാൽ വീഡിയോ കാണുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യുക. അതുപോലെ മെമ്പർഷിപ്പ് എടുക്കാൻ താല്പര്യമുള്ള മെമ്പർഷിപ്പ് എടുക്കുക. അതുപോലെ ലൈവൊക്കെ വരുമ്പോൾ സൂപ്പർ ചാറ്റ് ചെയ്യാൻ പറ്റുന്നത് സൂപ്പർ ചാറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു 10 കുട്ടിക്കെങ്കിലും നമുക്ക് ഈ ജൂലൈ ആകുമ്പോഴേക്കും എന്ത് ചെയ്യാം, ഇത് തന്നെ ഒരു സഹായങ്ങൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ 2018 മുതൽ തുടങ്ങിയ ചാനലാണ്. നമ്മളിപ്പോഴാണ് ഇത് മോണിറ്റൈസേഷനൊക്കെ ആയത്. നമുക്ക് സമയക്കുറവുകളും വീഡിയോസും മറ്റുള്ള കാര്യങ്ങളൊന്നും ഇടാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറയാനായിട്ട് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശനികളൊക്കെ ആരംഭിച്ചിട്ടുള്ള നക്ഷത്രങ്ങളുള്ളത് കണ്ടകശനി, ഏഴരശനി, അതുപോലെ അഷ്ടമശനിയൊക്കെയുള്ള നക്ഷത്രത്തെക്കുറിച്ച് പറയാം. അപ്പോൾ ശനിദോഷം നമുക്ക് പൊതുവേ ചെയ്യാൻ പറ്റുന്നത്, നമ്മൾ പക്കപ്പിറന്നാൾ തോറും അയ്യപ്പന് എള്ള് പായസം, അതുപോലെ നീരാഞ്ജനം അല്ലെങ്കിൽ എള്ളുതിരിയൊക്കെ കത്തിക്കുന്നതൊക്കെ ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യങ്ങളാണ് ശനിദോഷം കുറയുന്നതിന് വേണ്ടി. അതുപോലെ തന്നെ നമ്മൾ കിടക്കാൻ നേരത്ത് ഒരു ചുവന്ന അല്ലെങ്കിൽ വെള്ള വസ്ത്രത്തിൽ, കോട്ടൺ വസ്ത്രത്തിൽ കുറച്ച് എള്ള് തലയ്ക്കുമ്പാകത്ത് വെച്ച് കിടക്കുക. പിറ്റേ ദിവസം കത്തിച്ച് കളയുക അല്ലെങ്കിൽ ഒഴുക്കി കളയുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ശനിദോഷ നിവാരണമായിട്ടുള്ള ഇത്തരമുള്ള കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ചാത്തൻ സ്വാമീനൊക്കെ വിശ്വാസമുള്ളവർക്ക് ചാത്തൻ ക്ഷേത്രങ്ങളൊക്കെ പോയിട്ട് കർത്താവിനൊക്കെ വളർത്തുമ്പോൾ ഉത്തമമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ കണ്ടകശനി ഉള്ള നക്ഷത്രത്തെക്കുറിച്ച് പറയാം. അതുപോലെ തന്നെ അവർ പറയുന്ന പരിപാടികളൊക്കെ ചെയ്യുന്നത് ഉത്തമമായിരിക്കും. അന്ന് വലിയ പേടിക്കാനുള്ളതൊന്നുമല്ല ശനി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കണ്ടകശനിയുള്ള നക്ഷത്രങ്ങൾ മകീരം, തിരുവാതിര, പുണർദം, ഉത്രം, അത്തം, ചിത്തിര, മൂലം, പൂരാടം, പൂരുട്ടാതി, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രജാതരാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട് ശനിയെ കുറിച്ചിട്ടുള്ള വീഡിയോസും അല്ലെങ്കിൽ ശനി ദശ സമയത്തെ കുറിച്ച് എന്തൊക്കെ ചെയ്യണം എന്നുള്ള വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ അത് കാണുക. അതുപോലെ തന്നെ ഏഴരശനി ഉള്ളത് അശ്വതി, ഭരണി, കാർത്തിക, അവിട്ടം, ചതയം, പൂരുട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്രജാതർക്ക് ഏഴരശനിയുടെ ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഇതിനതുപോലെ തന്നെ അഷ്ടമശനി ഉള്ള നക്ഷത്രജാതർ മകം, പൂര, ഉത്രം ജാതകർക്ക് അഷ്ടമശനിയാണ്. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ പരിപാടികളൊക്കെ ചെയ്യാൻ പോലുള്ള വീഡിയോസിൽ ശനിദോഷം മാറുന്നതിന് അല്ലെങ്കിൽ ശനി ആർക്കൊക്കെയാണെന്നുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അത് സഹകരിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നിർത്തുന്നു. നമസ്തേ.